എത്ര അധികം ഫേക്ക് കേസാണ് മിസ്റ്റർ പിണറായി വിജയൻ എനിക്കെതിരെ എടുത്തിരിക്കുന്നതെന്നറിയാം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. വാട്ട് വാസ് എ ഫേക്ക് കേസ് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും. എവിഡൻസ് ടാമ്പർ ചെയ്യാൻ ശ്രമിച്ചു, ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചു, കലാപശ്രമം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതൊന്നും എനിക്കറിയാൻ മേല. സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിലാണ് ഞാനിപ്പോ കോർണർ ടു കോർണർ, കോർട്ട് ടു കോർട്ട്, പോലീസ് സ്റ്റേഷൻ ടു പോലീസ് സ്റ്റേഷൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ആ ചെക്കനെ ഒന്ന് കൊടുത്തിട്ട് വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? കണ്ണൂർ മുതൽ ട്രിവാൻഡ്രം വരെ ന്യൂമറസ് കേസസ് ഹാവ് ബീൻ ചാർജ്ഡ് അഗൈൻസ്റ്റ് മീ. ഇവൻ നമ്മൾ നാളെടുത്തോണേട്ടാ ഇവനെ കൊന്നാല. ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു എന്നെ അറ്റാക്ക് ചെയ്യാൻ. പക്ഷെ ഇപ്പൊ അവർ ഭരണത്തിൽ ഇല്ലാത്തപ്പോ ഡബിൾ റിസ്ക് ആണെങ്കിൽ പോലും ഇപ്പൊ അവർക്ക് എന്തും ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടല്ലോ. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇഡി ഉദ്യോഗസ്ഥർക്ക് പോലും സേഫ്റ്റി ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് ആണിത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ പുതിയ ഗവർണൻസ് എന്തെങ്കിലും ഒരു ജീവിക്കാനുള്ളൊരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു സാധ്യത ഉണ്ടാക്കി തരുമെന്നാണ് എന്റെ. ഇത് കണിയല്ല കെണിയാ. ഞാൻ ഇവിടെ ഇവനെങ്ങനെ അറിഞ്ഞു? ധനനഷ്ടവും മാനഹാനിയും ഉച്ചിഷ്ട ഭക്ഷണവും അനാവശ്യമായ തല്ലുകൊള്ളലും എല്ലാം മിക്സ് ചെയ്തൊരു കണിയാണല്ലോ ഈശ്വര. ഞാൻ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് ചാർജ് ചെയ്തിരിക്കുന്ന കേസസ് നിന്നും എനിക്കൊരു മോചനം തരുമോ ഇല്ലേന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വി ആർ പ്ലാനിംഗ് ടു ഗോ ആൻഡ് മീറ്റ് ദി മിനിസ്റ്റർ. എന്റെ പെങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ടില്ല, ഇനി സമയമുണ്ട്. ഒന്ന് സഹായിക്കൂ പ്ലീസ്. നല്ല കുട്ടിയാടാ, നീ എടുത്തോ, അങ്ങോട്ട് എടുക്കാം. കേസുകൾ എടുത്ത് ഫേക്ക് കേസുകൾ ചാർജ് ചെയ്ത് തന്നെ ജയിലിലാക്കുക എന്നുള്ളൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കിടന്ന അനുഭവം. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട. മിസ്റ്റർ പിണറായി വിജയനെതിരെ ആര് സംസാരിച്ചാലും അവർക്ക് they have to face the worst in the world എന്നുള്ളതാണ് അവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി. തീർന്നില്ലേ? എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എവിടെയാണ് സ്വപ്ന സുരേഷ്? സെറ്റിൽമെന്റ് ആയോ? ഐ ആം നോട്ട് ഇൻ ടു എനി കൈൻഡ് ഓഫ് സെറ്റിൽമെന്റ്. മൈ ഫൈറ്റ് ഇസ് സ്റ്റിൽ ഓൺ ആൻഡ് ഐ വിൽ ഗോ ഓൺ ഫൈറ്റിംഗ് ടിൽ ഐ ഗെറ്റ് ജസ്റ്റിസ്. മുതലും പലിശ ചേർത്ത് കിട്ടി. ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നുപോയിട്ടുണ്ട്. മയിലാണ് സന തോന്നിയായിരിക്കും. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.